UAE വളരെ ചൂട് കൂടിയിട്ടുള്ള സമ്മർ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം ആളുകളെ ഈ സമ്മർ സിറ്റുവേഷനിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുമ്പോൾ അതിന്റെ ചൂടിന്റെ പ്രശ്നം തന്നെയാണ്. അതുപോലെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വാഷ്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അതിനെ ശേഖരിച്ചു വെച്ചതിന് ശേഷം തണുപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ചില്ലറൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. പലരും വില്ലകളിൽ മാത്രമാണ് അതൊക്കെ ചെയ്യാറുള്ളത്. ഫ്ലാറ്റുകളിൽ നമ്മൾ വെള്ളം ശേഖരിച്ചു വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാറ്. അല്ലാതെ എങ്ങാനും ഉപയോഗിക്കേണ്ടി വന്നാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ കുടിക്കുന്ന വെള്ളം ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാതെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നല്ല കമ്പനികളുടെ വെള്ളം നിങ്ങൾ സെലക്ട് ചെയ്യുക. അവർ ആ രൂപത്തിലായിരിക്കും ആ വെള്ളം നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡെലിവറി എടുത്തതിന് ശേഷം അത് പുറത്ത് സൺലൈറ്റ് ലഭിക്കുന്ന രൂപത്തിൽ വെക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് പ്ലാസ്റ്റിക്കും അതിനകത്ത് കുടിവെള്ളവുമായിട്ട് കലരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡേഞ്ചറസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാലോ, നമ്മളൊക്കെ ഏകദേശം ഒരു 20-25 വരെ 80s അതിന് മുൻപൊക്കെ ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ നല്ല കിണർ വെള്ളമൊക്കെ കുടിച്ച് വന്ന ആളുകളാണ്. ഏറ്റവും പ്യൂർ ആയിട്ടുള്ള വെള്ളം കുടിച്ചു വന്ന ആളുകളാണ്. ഇവിടെ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞും അതിന്റെ ഡേ 1 മുതൽ ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്ന പാക്കഡ് ആയിട്ടുള്ള വെള്ളമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പാക്കഡ് വെള്ളത്തിന് അതിൻ്റെതായ യൂസേജ് ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കണ്ടിന്യൂസ് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വേറെയുള്ള വാട്ടർ പ്യൂരിഫയർ പോലുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പം ഈ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ രൂപത്തിലുള്ള, പ്രത്യേകിച്ച് ഈ സമ്മർ സിറ്റുവേഷനിൽ സൺലൈറ്റ് ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ജീവിതത്തിൽ അത്രയും കെയർ ചെയ്യുക. അത് അവരുടെ ലൈഫിനെ അത്രയധികം ബാധിക്കുന്ന ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്.